നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് പോയാലോ? കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, പഠിച്ചതിന് ശേഷം ഫ്രീ ആയിട്ട് ഇതിന്റെ എക്സാം നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുവേ. അപ്പൊ ഹർഷിതം എജ്യൂടെക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾ കണക്കാക്കി നിങ്ങൾക്ക് വേണ്ടി കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാബ് അസിസ്റ്റന്റ് മെയിൻസ് ജൂൺ 21 ആണ് പരീക്ഷ. അപ്പൊ നല്ലൊരു റിവിഷൻ അടിച്ചിട്ട് പോകാം. 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ വിത്ത് ഡെയിലി എക്സാംസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പഠിച്ചാൽ മതി. അപ്പോ കോഴ്സില് ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK ഇത്രയും അവൈലബിൾ ആയിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഉടനെ തന്നെ നടക്കാനിരിക്കുന്ന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. പിന്നെ അതുപോലെ ഫയർമാന്റെ പരീക്ഷ അടുത്ത മാസം നടക്കാനിരിക്കുന്നു. അതിനുവേണ്ടി ഡെയിലി എക്സാം വെച്ചിട്ട് ഒരു ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. റിവിഷൻ ടൈം ടേബിളും എക്സാം വെച്ചിട്ട് ഒരു ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. അതിലും ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്സ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. SCRTയും ഷോർട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇനി PSC വിളിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് കമ്പനി LGS, ബെഫ്കോ LD, VFA മുതലായവ. ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ബാച്ച് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഉന്നത റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തോളൂ. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. ഇതിലെല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പൊ തന്നെ കയറി നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളൂ, ജോയിൻ ചെയ്തോളൂ, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഹർഷിതം എജ്യൂടെക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ഫാക്ട്: 2025 മെയ് മാസം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുമാണ് ഇദ്ദേഹം വിരമിച്ചത്. ഏത് മാസം? 2025 മെയ് മാസം. പഠിച്ചല്ലോ. അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് റംസാർ പട്ടികയിൽ 4 ഇടങ്ങൾ കൂടി ഉൾപ്പെടുത്തി. 4 തണ്ണീർത്തടങ്ങൾ കൂടി ഏതിൽ ഉൾപ്പെടുത്തി? റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. അവ ഏതൊക്കെയാണ്? ലോക തണ്ണീർത്തട ദിനം എന്ന ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം. അപ്പോ പുതിയതായി ഉൾപ്പെടുത്തിയ 4 തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഉദുവ തടാകം. PSC ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം: ഉദുവ തടാകം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ഉദുവ തടാകത്തിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. തമിഴ്നാട് നിന്നും 2 തണ്ണീർത്തടങ്ങൾ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടു. ശക്കരക്കോട്ടെ പക്ഷി സങ്കേതവും തേർത്തങ്കൽ പക്ഷി സങ്കേതവും. അപ്പൊ ശക്കരക്കോട്ടെ പക്ഷി സങ്കേതവും തേർത്തങ്കൽ പക്ഷി സങ്കേതവും ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സിക്കിമിൽ നിന്നും ഖെച്ചയോപാൽറി തണ്ണീർത്തടത്തിനെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. പുതിയതായിട്ട് 4 തണ്ണീർത്തടങ്ങൾ കൂടി ഗവൺമെന്റ് എന്ത് ചെയ്തു? റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഓക്കെ. സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP എത്രയാണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ പ്രതീക്ഷിത വളർച്ച 6.3% to 6.8% ആണ്. 6.3% to 6.8% ആണ് പ്രതീക്ഷിത മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ വളർച്ച. 6.3% to 6.8% ഏത് സാമ്പത്തിക വർഷം? 2025-26 സാമ്പത്തിക വർഷം. ഓർക്കുക. നാസയുടെ പുതിയ സൗര ദൗത്യത്തിന്റെ പേരാണ് പഞ്ച്. ഓർക്കുക. പഞ്ച് എന്നത് സൗരവാതത്തിന്റെ ഉറവിടങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നാസ പുതിയതായിട്ട് കൊണ്ടുവന്ന സൗര ദൗത്യമാണ് പഞ്ച്. പഞ്ചിന്റെ ഫുൾ ഫോം എന്താ? പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്നതാണ് പഞ്ചിന്റെ ഫുൾ ഫോം. അപ്പൊ പഞ്ച് എന്നത് സൗര ദൗത്യമാണ്. നാസയുടെ സൗര ദൗത്യം, സൗരവാതങ്ങളുടെ ഉറവിടങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ സൗര ദൗത്യമാണ് ഏത്?
പഞ്ചിന്റെ ഫുൾ ഫോം എന്താ? പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്നതാണ്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് ആര്? എം മുകുന്ദൻ. എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ്. കുഞ്ചൻ ദിനം എന്താണ്? ഒരു 5 ഇഞ്ച ഓർത്താൽ മതി. മെയ് 5 കുഞ്ചൻ ദിനം. ഓക്കെ, അപ്പൊ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് ആരാണ്? എം മുകുന്ദനാണ്. അടുത്തിടെ വന്നൊരു ഫാക്റ്റ് ആണ്, 2 വനിതകൾ പായ് കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ചു. നേവി വനിതകളാണ്. ഈ വനിതകളുടെ പേരെന്തൊക്കെ? കെ ദിൽന, എ രൂപ. ഇമ്പോർട്ടന്റ് ആണ്, ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ സാഗർ പരിക്രമണ 2-ൽ, ഈ ദൗത്യത്തോടനുബന്ധിച്ച് സാഗർ പരിക്രമണ 2-ൽ ലോകം ചുറ്റി പായ്വഞ്ചിയിൽ സഞ്ചരിച്ച, അല്ലെങ്കിൽ പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച 2 നേവി വനിതകളുടെ പേര് എന്തൊക്കെ? കെ ദിൽനയും എ രൂപയും. കെ ദിൽനയും എ രൂപയും. അപ്പൊ സാഗർ പരിക്രമണ 2 എന്ന ദൗത്യം ആലോചിക്കുക. കെ ദിൽനയും എ രൂപയും, ഈ 2 നേവി വനിതകളുടെ പേരും ഓർക്കുക. ലോക ആരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏത്? കോഴിക്കോട് നഗരം. കോഴിക്കോട് നഗരമാണ് വയോജന സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ നഗരം. കോഴിക്കോട് നഗരം. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? കെ പി സുധീര. കെ പി സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 ആർക്കാണ് ലഭിച്ചത്? എം കെ സാനുവിനാണ് ലഭിച്ചത്. 2023 ആർക്കാണ് ലഭിച്ചത്? എം മുകുന്ദൻ. 2023 എം മുകുന്ദൻ, 2024 എം കെ സാനു, 2025 കെ പി സുധീര. തകഴി സാഹിത്യ പുരസ്കാരം. ഇനി ഒരു വിയോഗമാണ്. 2025 ഏപ്രിൽ മാസം 28 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹനുമായിരുന്ന വ്യക്തിയാണ് ആര്? ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ. ഇദ്ദേഹം കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ പദവി വഹിച്ചു വരികയായിരുന്നു. അപ്പൊ ഇദ്ദേഹം 2025 ഏപ്രിൽ മാസം 28 അന്തരിച്ചത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ചലച്ചിത്രങ്ങളുടെ പേര് ഓർക്കുക. പിറവി, കുട്ടിസ്രാങ്ക്, വാനപ്രസ്ഥം, സ്വം. പിറവി മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. പിറവി, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക്, സ്വം എന്നിവ ഷാജി എൻ കരുണിന്റെ പ്രധാനപ്പെട്ട, അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഇദ്ദേഹം ആദ്യം ഛായാഗ്രഹകൻ എന്ന ഫീൽഡിലായിരുന്നു നിന്നിരുന്നത്, പിന്നീട് സംവിധായകനായ വ്യക്തിയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? 2023. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് ഷാജി എൻ കരുൺ. 2022 ആർക്കാ ലഭിച്ചത്? TV ചന്ദ്രനാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2011. 2011 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹം സംവിധാനം ചെയ്ത കുട്ടിസ്രാങ്ക് എന്ന ചിത്രത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വർഷം ഏതാ? 2009. 2009 കുട്ടിസ്രാങ്ക് എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇത് സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ്. കൂടാതെ ഇദ്ദേഹം സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന ചിത്രത്തിന് 1999 മികച്ച ദേശീയ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പൊ അടുത്ത കിട്ടിയ 2 വർഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെയും കിട്ടിയിട്ടുണ്ട്. അടുത്ത് കിട്ടിയ 2 വർഷങ്ങൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. 99 2009. 2011 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2003 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഷാജി എൻ കരുൺ. നിലവിൽ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്നു. ഒരു സ്ഥാനം വഹിച്ചു വരികയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാന ചലച്ചിത്രങ്ങളും കൂടി ഓർക്കുക. ഇദ്ദേഹത്തിന്റെ വിയോഗം ഡേറ്റ് ആലോചിക്കുക. 2025 ഏപ്രിൽ മാസം 28. ഇനി ഇലോൺ മസ്കിന്റെ XAI പുതിയതായി ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഗ്രോക്ക് 3 എന്നതാണ്. ഗ്രോക്ക് 3 ആണ് ഇലോൺ മസ്കിന്റെ XAI പുതിയതായി ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോട്ട്. ഏതാണ്? ഗ്രോക്ക് 3. ഇനി ഇന്ത്യ വേദിയാകുന്ന ഒരു മത്സരം ഓർത്തിരിക്കണം. ഇന്ത്യ വേദിയാകുന്ന കായിക ഇനങ്ങൾ, മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. 2025
വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചില്ലേ? ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പോകാം. 2025 മെയ്യിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മ. അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വെറ്റ്ലാൻഡ്സ് ഏതൊക്കെ? ഉദുവ തടാകം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജാർഖണ്ഡ്. തമിഴ്നാട്ടിൽ നിന്നും രണ്ടും പക്ഷി സങ്കേതങ്ങളാണ്. ശക്കരക്കോട്ടെ പക്ഷി സങ്കേതവും തേർത്തങ്കൽ പക്ഷി സങ്കേതവും. സിക്കിമിൽ നിന്ന് ഖെച്ചയോ പാൽറി തണ്ണീർത്തടം. 2025-26 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം പ്രതീക്ഷിത GDP എത്ര? 6.3% to 6.8%. പഞ്ച് എന്നത് നാസയുടെ പുതിയ സൗര ദൗത്യമാണ്. ഇതിന്റെ ലക്ഷ്യം സൗരവാതങ്ങളുടെ ഉറവിടങ്ങളെ കുറിച്ചുള്ള പഠനം. പഞ്ചിന്റെ ഫുൾ ഫോം പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്നതാണ്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് M മുകുന്ദൻ. കുഞ്ചൻ ദിനം മെയ് 5. സാഗർ പരിക്രമണ 2-ൽ ലോകം ചുറ്റി പായ്ക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച 2 നേവി വനിതകൾ ആരൊക്കെ? K ദിൽനയും A രൂപയും. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് കോഴിക്കോട് നഗരം. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. 2024 MK സാനു. 2023 M മുകുന്ദൻ. 2025 ഏപ്രിൽ 28 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹകനുമായിരുന്ന വ്യക്തിയാര്? ഷാജി N കരുൺ. ഇദ്ദേഹത്തിന് 2011 പത്മശ്രീ പുരസ്കാരം. ഇദ്ദേഹത്തിന് 1999 ഇദ്ദേഹം സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2009 ദേശീയ പുരസ്കാരം ലഭിച്ചു കുട്ടീസ് റാങ്ക് എന്ന ചിത്രത്തിന്. ഇദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ പിറവി, സ്വം, വാനപ്രസ്ഥം, കുട്ടീസ് റാങ്ക് മുതലായവയാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ, കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആയിരുന്നു. ഇനി XAI, ഇലോൺ മസ്കിന്റെ XAI ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോർഡിന്റെ പേരെന്താ? ഗ്രോക്ക് AI. ഇന്ത്യയാണ് 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇതിന്റെ പരീക്ഷ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്യൂസ് ഞാൻ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ദിസ് ക്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി, നേരെ ക്യൂസിലേക്ക് പോകും. ഓക്കെ, അപ്പൊ കയറി അറ്റൻഡ് ചെയ്തോളാം. പഠിച്ചാൽ മാത്രം പോരെ, പരീക്ഷയും അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. വേഗം തന്നെ കയറിക്കോളൂ. എല്ലാ ക്ലാസ്സും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ആപ്പ് ഫോണിലും കിട്ടും, അതുപോലെ നിങ്ങൾക്ക് PC യിലും ഉപയോഗിക്കാം, കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.